ഉത്സവ സീസണിൽ സർവീസുകളുടെ എണ്ണം കൂട്ടി കമ്പനികൾ. വിമാന കമ്പനികൾ ഇൻഡിഗോ 730, ഇൻഡിഗോ 730 അധിക സർവീസുകൾ 42 റൂട്ടുകളിൽ നടത്തും. എയർ ഇന്ത്യ 486ഉം സ്പൈസ് ജെറ്റ് 546ഉം അധിക സർവീസുകൾ നടത്തും. വിമാന ടിക്കറ്റ് നിരക്ക് വർധനയിലെ സാഹചര്യം DGCA വിലയിരുത്തി. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ തീരുമാനമാണ് ഇത്. ഉത്സവ സീസണിൽ കൂടുതൽ സർവീസുകൾ നടത്തുമെന്ന് വിമാന കമ്പനികൾ അറിയിച്ചിരിക്കുകയാണ്. ഏതൊക്കെ വിമാന കമ്പനികളാണ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത്? ദിവ്യ, ഉത്സവകാലത്തെ ഇത്തരത്തിൽ ടിക്കറ്റ് നിരക്ക് വർധനയിലാണ് ഇപ്പോൾ DGCയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ വലിയ രീതിയിലുള്ള വർധനവാണ് വിമാന ടിക്കറ്റ് നിരക്കുകളിൽ ഉണ്ടായത്. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും അതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്ക് നിന്ന് ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ അടക്കം പരിശോധിച്ചാൽ സാധാരണ നിലയിൽ നിന്നടക്കം ഇരട്ടിയിലാണ് ഈ ടിക്കറ്റ് നിരക്കുകൾ ഈ ഉത്സവ സമയത്ത് ഉണ്ടായിരുന്നത്. എന്തായാലും ഇതിൽ തന്നെയാണ് DGCയുടെ ഒരു ഇടപെടലും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഇപ്പോൾ വിമാന കമ്പനികൾക്ക് നൽകിയിരിക്കുന്നത്. വിമാന കമ്പനികളോട് കൂടുതൽ സർവീസുകൾ നടത്താനാണ് ഇപ്പോൾ DGCA ആവശ്യപ്പെട്ടത്. ഇൻഡിഗോ, എയർ ഇന്ത്യ, സ്പൈസ് ജെറ്റ് കമ്പനികൾക്ക് ഇപ്പോൾ DGCA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അധിക സർവീസുകൾ നടത്തുമെന്നതാണ് ഇപ്പോൾ വിമാന കമ്പനികൾ അറിയിച്ചിരിക്കുന്നത്. ഇൻഡിഗോ 730 അധിക സർവീസുകൾ 42 റൂട്ടുകളിൽ നടത്തും. അതുപോലെ തന്നെ എയർ ഇന്ത്യ 486 അധിക സർവീസുകളാണ് 20 റൂട്ടുകളിൽ നടത്തുക. സ്പൈസ് ജെറ്റ് ആകട്ടെ 546 അധിക സർവീസുകൾ 38 റൂട്ടുകളിൽ നടത്തുമെന്നും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള വർധനവ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ വലിയ വർധനവ്, കാരണം സാധാരണ നിലയിൽ നിന്നെല്ലാം ഇരട്ടിയിലാണ് ഈ ടിക്കറ്റിന്റെ നിരക്കെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിയിരുന്നു. എന്തായാലും അതിനൊരു താൽക്കാലിക ആശ്വാസമാകുമെന്നതാണ് ഇപ്പോൾ DGCയുടെ ഇടപെടലിലൂടെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ടിക്കറ്റ് നിരക്ക് കൂടുതൽ സർവീസുകൾ ഉൾപ്പെടുത്തുന്നതോടുകൂടി തന്നെ ടിക്കറ്റ് നിരക്കുകളിൽ കുറവ് വരുമെന്നതാണ് മനസ്സിലാകുന്നത്. PR അരവിന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.